ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങളെ തൊട്ടുപോകരുത്, തൊട്ടാൽ നിങ്ങൾക്ക് ഞങ്ങൾ കൊറോണ തരും, ഞങ്ങൾ നിങ്ങളിലേക്ക് കൊറോണ പടർത്താൻ വേണ്ടിയിട്ട് വന്ന ആളുകളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇങ്ങനെ തെരുവിൽ വിളിച്ചുകൂവി നടക്കുന്ന ചില ആളുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. ചില ആളുകൾ മുസ്ലിം മതവിശ്വാസികളുടെ വേഷം ധരിച്ചു വരും. അവർ കൊറോണ ബാധിച്ചവരാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ട് പൊതുജനങ്ങളിൽ ഒരു ഭയപ്പാടുണ്ടാക്കും. ഇത് സംഘപരിവാറിന്റെ ഒരു തന്ത്രമാണ്. പറഞ്ഞു വരുന്നത്, കൊറോണയ്ക്ക് നമുക്ക് ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വാറന്റൈനിൽ പോയി കഴിഞ്ഞാൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്, ഡോക്ടർമാർ പറയുന്നത് കൃത്യമായി അനുസരിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കൊറോണയെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കും. പക്ഷേ സംഘപരിവാറിന്റെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ അങ്ങനെയല്ല. അതിനൊരു ചികിത്സയുമില്ല, അതിനൊരു അറുതിയുമില്ല. അതിപ്പോഴും രാജ്യത്ത് പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സംഘപരിവാറിന് കിട്ടിയ ഒരു എല്ലിൻ കഷ്ണമാണ് നിസാമുദ്ദീൻ മർക്കസിലെ തബ്ലീഗുകാരുടെ വിഷയം. അതിനാൽ തന്നെ അവർ ഈ രാജ്യത്ത് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് മുസ്ലിങ്ങളാണ് കൊറോണ പടർത്തുന്നത് എന്ന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കർണാടകയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം. കർണാടകയിലെ മാണ്ഡ്യയിൽ അഭിഷേക്, മഹേഷ്, ശ്രീനിവാസ് എന്ന് പറയുന്ന 3 യുവാക്കളെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായിരുന്നു ഈ 3 യുവാക്കൾ ചെയ്തിരുന്നത്? കർണാടകയിലെ വിവിധ കേന്ദ്രങ്ങൾ ചെന്നിട്ട് അവിടെയുള്ള പൊതുജനങ്ങളോട് പറയും, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ദാ ഞങ്ങളുടെ കയ്യിൽ സർക്കാർ പതിച്ച മുദ്ര കാണുന്നില്ലേ, ഈ മുദ്ര എന്ന് പറയുന്നത് കൊറോണ രോഗികൾക്ക് കൊടുക്കുന്നതാണ്, അതെ ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള കൊറോണ രോഗികളാണ്, നിങ്ങളിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണെന്ന് വ്യാപകമായ വിദ്വേഷ പ്രചരണം അവർ ചിലയിടങ്ങളിൽ അഴിച്ചുവിട്ടു. അങ്ങനെ വ്യാപകമായിട്ടുള്ള പരാതികൾ പോലീസിന് ലഭിച്ചു തുടങ്ങി. ഒടുവിൽ ഇവർ മുസ്ലിങ്ങൾ തന്നെയാണോ, എന്താണ് സംഭവമെന്ന് പോലീസ് പരിശോധിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിലൂടെ ഈ 3 പേർ ചെക്ക് പോസ്റ്റിന് സമീപം വരുന്ന നേരത്ത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ ഈ 3 പേരും പൊതുജനങ്ങളോട് പറഞ്ഞ അതേ കാര്യം പോലീസിനോടും പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ തൊട്ടുപോകരുത്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കൊറോണ വരുമെന്ന്. അങ്ങനെ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം ആ സമയത്ത് തന്നെ നടത്തി. തഹസിൽദാറെ വിളിച്ചു. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ കൊറോണ ബാധിച്ച് കൊറോണ പടർത്താൻ നടത്തുന്ന ഒരു മുസ്ലിമും ആ ഭാഗത്തില്ല എന്നുള്ള വളരെ വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചപ്പോൾ 3 പേരെയും പിടിച്ച് ലോക്കപ്പിലിട്ടു. ലോക്കപ്പിലിട്ട സമയത്ത് 3 പേരും സംഘപരിവാർ പ്രവർത്തകരാണ് എന്ന് പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചു. ഡെക്കാൻ ഹെറാൾഡിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായ വിഷയമാണ്. ഒടുവിൽ പോലീസുകാർ തന്നെ പത്രമാധ്യമങ്ങളോട് പറഞ്ഞു, ഈ 3 പേരും സംഘപരിവാർ പ്രവർത്തകരാണ്, ഇവർ മുസ്ലിങ്ങളെ തരം താഴ്ത്തി കാണിക്കാൻ വിദ്വേഷ പ്രചരണത്തിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയ സംഘപരിവാർ പ്രവർത്തകരാണെന്ന് പോലീസിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ, അഥവാ തഹസിൽദാറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ പൊതുജനങ്ങൾക്ക് വ്യക്തമായി. ഇതാണ് രാജ്യത്ത് സംഘപരിവാർ ചെയ്യുന്നുള്ളത്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്തായാലും കൊറോണയിൽ നിന്നും സംഘപരിവാറിന്റെ ഈ വിദ്വേഷ പ്രചരണത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ ദൈവവും ആരോഗ്യ വിദഗ്ധന്മാരും എല്ലാ പ്രാർത്ഥനകളും രക്ഷപ്പെടുത്തട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.